അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നോമ്പല്ലേ വന്നതല്ലേ, അപ്പോൾ നോമ്പിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് സ്പ്രിംഗ് റോള്, സമൂസയൊക്കെ. അപ്പോൾ ഞാൻ ഇത് നോമ്പിന് മുമ്പേ ഫ്രോസൺ ആക്കിയിട്ട് വെച്ചതാണ്. പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ വീഡിയോ ഇടാൻ. മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നല്ല ടൊമാറ്റോ ഫില്ലിങ്ങുള്ള നല്ലൊരു സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയാലോ. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിന് മസാലയൊക്കെ ഇടുമ്പം തന്നെ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് 1 ടീസ്പൂണ് ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂണ് എരിവില്ലാത്ത പിരിയൻ മുളക്, 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക്, പിന്നെ വന്നിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് കസൂരി മേത്തി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1/2 മുറി ചെറുനാരങ്ങ. ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇത്രയും സാധനം ഞാൻ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇത്. ഒരു 1.25 കിലോനോളം ഉണ്ടാവും. ഒരു ബ്രസ്റ്റ് പീസും 2 ചിക്കൻ്റെ കാലുമാണിത്. അപ്പോൾ ഏകദേശം ഒരു വലിയൊരു ചിക്കൻ്റെ പീസിൽ നിന്ന് ഒരു ബ്രസ്റ്റ് പീസ് മാത്രമാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മസാല പുരട്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതെനിക്ക് 2 മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇതൊന്ന് സ്പ്രിംഗ് റോളിനും ഒന്ന് പിന്നെ സമൂസക്കും. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ടുള്ള മസാലയാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ചിട്ട് തന്നെ മസാല പുരട്ടിയിട്ട് അവിടെ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ആ സമയത്ത് നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ മസാല ഉണ്ടാക്കുക. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കാൻ പോകാമെന്ന്. അപ്പോൾ നേരെ പകുതി ഒരു കാലും ഒരു ബ്രസ്റ്റ് പീസിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കാൻ പോകാമെന്ന്. അപ്പോൾ ആ സമയത്ത് കുറച്ചൊന്ന് എണ്ണ ഒന്ന് മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതൊന്ന് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈമറിൽ ചിക്കൻ ഫ്രൈൻ്റെ ടൈമറിലാക്കി നമ്മൾ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ചെമ്പടുപ്പത്ത് വെച്ചു. അതിൻ്റെ അകത്തൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഒരു 3 സവാള ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെ വഴറ്റാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മസാലയിൽ ഇങ്ങനെ കിളികിളി പോലത്തെ ചളി പോലത്തെ മസാല ഇഷ്ടമല്ല. അപ്പോൾ ഡ്രൈ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇതേപോലെ ചെയ്യണം. അങ്ങനെ ഒന്ന് വഴറ്റുമ്പോൾ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളകും ചേർത്തിട്ടായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പേസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ. അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. ആ വഴറ്റുന്ന സമയത്ത് തന്നെ ഒരു ചിക്കൻ്റെ ടേസ്റ്റും ഒരു പിടിയോളം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തു. ആരും ഒരു വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടെന്ന് പറയുന്നതെന്ന്. എന്നോട് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അതിപ്പോൾ എനിക്ക് എൻ്റെ ഈ ശീലം മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിന് 3 സവാളക്ക് 8 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 8 ചെറിയ തക്കാളിയാണെങ്കിൽ 8 എണ്ണം, കുറച്ച് വലിയ തക്കാളിയാണെങ്കിൽ 5 തക്കാളി മതി. അപ്പോൾ ഇതിൽ തക്കാളിയുടെ എണ്ണമാണ് കൂട്ടേണ്ടത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വീണ്ടും നന്നായി വരുന്നു കേട്ടോ, എന്ത് ചെയ്യാനാ. അപ്പം നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഇതിൻ്റെ അകത്തിട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കുറച്ച് മല്ലിയിലയും പിന്നെന്താ വേണ്ടത്, നമ്മുടെ എപ്പോഴും ചേർക്കുന്ന ഗീ ഉണ്ടല്ലോ, അതും ഗീയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ, പെട്ടെന്നായില്ലേ. കുറേ ഉള്ളിയൊന്നും മുറിച്ചിട്ടിട്ട് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഗരം മസാല ഇട്ടിന്, ഒരു 1/4 ടീസ്പൂണോളം മതി ഗരം മസാല, ഒരുപാട് ഗരം മസാലയൊന്നും വേണ്ട. അപ്പോൾ മല്ലിയിലയും കുറച്ച് ഗീ ഇട്ട് നമ്മുടെ മസാല ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോൻ്റെ നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കണം. ഗീ ഇടാൻ മറന്നു അല്ല കേട്ടോ. ഗീ നമ്മുടെ നമ്പർ 1 സാധനമാണ്. അത് ഇടുമ്പോൾ ഒരു ടേസ്റ്റേ ഒന്ന് മാറിപ്പോകും അല്ലേ. അപ്പോൾ മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് മൈദക്കാണ് ഞാൻ ഈ ഷീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കിത് കറക്റ്റ് 3 കപ്പ് മൈദക്ക് ഈ മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 1 കപ്പ് മൈദ ഒഴിച്ചു ഒരു മിക്സിയിലിട്ട്. എൻ്റെ അതിൻ്റെ തന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ കോൺഫ്ലവർ പൊടി ഉണ്ടല്ലോ അത് ചേർത്തു. എന്നിട്ട് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു. എന്നിട്ട് വീണ്ടും ഒരു 1/2 കപ്പ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ എന്താക്കി 1 ടേബിൾ സ്പൂണോളം
ഓയിലും സാധാരണ നമ്മൾ ഓയിലും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ആ മിക്സിയിൽ തന്നെ ഞാൻ 1 കപ്പും കൂടെ ചേർത്തു. ആ ബാക്കിയുള്ള 1 കപ്പിൻ്റെ 1/2 കപ്പും കൂടെ എടുത്തു, കുറച്ചും കൂടെ ഒഴിച്ചു. ഏകദേശം ഇവിടെ ഇപ്പോൾ 2 കപ്പ് 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ട് അടിച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇതെന്തിനാണ് മിക്സിയിൽ അടിക്കുന്നത് വെച്ചാൽ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വീണ്ടും ഞാൻ അതേപോലെ തന്നെ ബാക്കിയുള്ള 1 കപ്പും കൂടെ കുറച്ചും കൂടെ വെള്ളത്തിൽ അടിച്ചിട്ട് ഇതിൻ്റെ തന്നെ ഒഴിച്ചു അരിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഏകദേശം ഞാനിവിടെ ഒരു 2-2.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്, 2.25 ചേർത്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളൊരു പാൻ അടുപ്പിലൊക്കെ ഞാനിവിടെ ഒരു ചെറിയൊരു നമ്മുടെ കായ്പോളൻ്റെ ചെമ്പില്ല അങ്ങനത്തെ ചെമ്പ് വെച്ചാൽ അത് എനിക്കൊരു നല്ല കറക്റ്റ് സൈസാണ് എൻ്റെ സ്പ്രിംഗ് റോളിൻ്റെ. അപ്പോൾ അത് ആദ്യം 1 സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിൽ നിന്ന് 1 സ്പൂൺ എടുത്തിട്ട് തീ ഒരുപാട് നല്ലോണം ചൂടായതിന് ശേഷം തീ കുറക്കുക, സിമ്മിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിക്കുക. അപ്പം ഇതേപോലെ ചുറ്റിച്ചിട്ട് നമ്മൾ എന്താക്കാൻ ഇതിൻ്റെ ഷീറ്റ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചെമ്പില്ലാത്തവർക്ക് നമ്മുടെ ഫ്രൈ പാനിലും ചെയ്യാം. എനിക്ക് ഫ്രൈ പാനിലെക്കാട്ടി കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഇതേപോലെ 2 കൈപ്പിടിയുള്ള ചെമ്പാകുമ്പോൾ നമുക്കിങ്ങനെ കറക്കിയെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇതേപോലെ ചെറിയൊരു നമ്മൾ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിതിൻ്റെ ഷീറ്റൊക്കെ ഫുള്ള് റെഡിയാക്കി എടുക്കുകയാണ്. നല്ല തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് മടക്കേണ്ടതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു തരുന്നത്. ആദ്യം ഞാൻ 1.5 ടേബിൾ സ്പൂണ് മസാല വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ആദ്യം ഇതിനെ കവർ ചെയ്തു. അപ്പോൾ അതവിടെ പുറത്തായി പോവില്ല. എന്നിട്ട് വേണം നമ്മൾ ചുറ്റാൻ. ചില ആൾക്കാർ ആദ്യം ഇങ്ങനെ ചുറ്റിയതിന് ശേഷം അപ്പുറത്തിപ്പുറത്തെ സൈഡിലുള്ളത് കവർ ചെയ്താണ്. ഇതാവുമ്പോൾ കുറച്ചും കൂടെ നല്ല സീലായിട്ട് വരും. എന്നിട്ട് എന്താക്കാൻ കുറച്ച് നമ്മുടെ ഞാനിപ്പോൾ ദോശ ചുടുന്നതും ഫില്ലിങ് ചെയ്യുന്നതും ഒരേ സമയത്തായതുകൊണ്ട് ആ ബാക്കിയുള്ള മാവുണ്ടല്ലോ നമ്മൾ ദോശ ചുടുന്ന മാവിനെ കൊണ്ട് തന്നെയാണ് ഞാനിത് സീൽ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സീൽ ചെയ്യുക, ഇതേപോലെ ഫില്ല് ചെയ്യുക, മടക്കുക, റോളാക്കുക. പെട്ടെന്നാവും. ഒരു ഭാഗത്തുനിന്ന് ദോശ ചുടുക, ഒരു ഭാഗത്തുനിന്ന് റോൾ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മടക്കുന്ന ഒന്നും കൂടെ ചേർക്കുക, 2 സൈഡും ആദ്യം മടക്കുക, എന്നിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ എല്ലാ സ്പ്രിംഗ് റോളെല്ലാം റോൾ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനെന്താക്കണം, കട്ട്ലേറ്റ് മുക്കി പൊരിക്കുന്നത് പോലെയാണല്ലോ ഇത് പൊരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും 2 ടീസ്പൂണ് മൈദയും 1 ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് ഒരു നല്ലൊരു ബാറ്റർ ഉണ്ടാക്കി, കുറച്ച് ലൂസിലുള്ള ബാറ്റർ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ച് ആദ്യം നമ്മുടെ ഈ മൈദൻ്റെ ഈ പാലിൻ്റെ ബാറ്ററിൽ ഈ നമ്മുടെ ഉണ്ടാക്കി റോൾ ചെയ്ത് വെച്ചാൽ സ്പ്രിംഗ് റോൾ മുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രോസൺ ആക്കുക. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനത്തെ നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ചെയ്യുന്നത് പോലെ നല്ലോണം ഒന്ന് റോളാക്കിയിട്ട് നമ്മൾ ഫ്രോസൺ ആക്കി വെച്ചിട്ടാണ്. ഞാനിത് നോമ്പിനും എത്രയോ ദിവസം മുമ്പ് ചെയ്ത പണിയായത്. പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, എന്ത് ചെയ്യാനാ, ഓരോരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഇതൊന്നല്ലല്ലോ നമുക്ക് വലുത്. അപ്പം ഏതായാലും എടുത്ത വീഡിയോയിലെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ എല്ലാ സ്പ്രിംഗ് റോളും ചെയ്യുക. നല്ല ടേസ്റ്റ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള മസാലയാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് ഈ ഒരു മസാല വെച്ചിട്ട് സ്പ്രിംഗ് റോൾ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ഇനി ഞാനിത് ഫ്രോസൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ടിപ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് മൂൺ പേ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, ഫ്രോസൺ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരണം. അതേപോലെ തന്നെയാണ് ഞാൻ ഈ സ്പ്രിംഗ് റോളും ഫ്രോസൺ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. ഒരു ഷീറ്റ് വെച്ചു, എന്നിട്ട് അപ്പുറത്തും മടക്കിയിട്ട് വെച്ചപ്പോൾ എനിക്ക് നല്ലത്. കാരണം ഇതും നമുക്കെല്ലാം എടുക്കുമ്പം എളുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് കവർ ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ മതി. അപ്പം ഈ ഫ്രോസണായിട്ട് വെക്കുന്നവരോട് ഞാൻ വീണ്ടും പറയുകയാണ്, നല്ലൊരു ടിപ്സാണിത്. കുറച്ച് പേപ്പർ കട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. അപ്പം ഇതും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ രോഗത്ത് നടക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടമായിട്ട് ദുആ ചെയ്യുക. പഠിച്ചോണ്ട് നമ്മളെ ദുആ എല്ലാം അല്ലാഹ് സ്വീകരിക്കട്ടെ, ബുദ്ധിമുട്ടുകളെല്ലാം പഠിച്ചോണ്ട് മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.